വിശദമായി നോക്കാം. കൊടും ക്രൂരനായ അച്ഛന്റെ അനുജൻ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞ് 2 വയസ്സു മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മകളെ രക്ഷിക്കാനാണ് താൻ പുഴയിലെറിഞ്ഞതെന്ന് അമ്മ ആദ്യം കൊടുത്ത മൊഴി അവർക്ക് ഇതറിയാമായിരുന്നു എന്നതിന്റെ സൂചനയാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അമ്മയെ ചോദ്യം ചെയ്യാൻ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. 2 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിര, ഇരയാക്കിയത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ്, ആന്തരിക അവയവങ്ങളിലും പരുക്ക്. മരിക്കുന്നതിന് തലേ ദിവസവും പീഡിപ്പിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു കുഞ്ഞ് 1.5 വർഷമായി അനുഭവിച്ചുവന്ന പീഡനങ്ങളുടെ കഥ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്താണ് പ്രതിയെ പിടിച്ചത്. 3 പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ പ്രതി കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ തൊട്ടടുത്താണ് ഇയാളുടെ വീട്. 2 വീടുകളിലും ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തി. പ്രതിയുടെയും കുഞ്ഞിന്റെയും വസ്ത്രങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ്. മകളെ രക്ഷിക്കാനാണ് താൻ ഇത് ചെയ്തത് എന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത്. പീഡനത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നതിന്റെ സൂചനയാണോ എന്നത് വ്യക്തതയില്ല. അതേസമയം ഏറെ നാളായി പീഡനം നടന്നതിനെക്കുറിച്ച് സംശയമൊന്നുമില്ലായിരുന്നെന്നാണ് അംഗനവാടി ടീച്ചർ പറയുന്നത്. ഇപ്പോഴും ഒരു കളിച്ചിരി മാറാത്തൊരു മുഖമാണ്. ഇപ്പോഴും കളിപ്പാട്ടത്തിൻ്റെ ഇടയിൽ ഉള്ളൊരു കുട്ടിയാണ്. നമുക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഫീൽ വരേണ്ട ഒരു സാഹചര്യം അംഗൻവാടിയിലുണ്ട്. 1.5 വർഷമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ടീച്ചറല്ല, അമ്മയായിട്ടാണ് ഞാൻ ആ കുട്ടിയുടെ, ഞാനെന്ന് പറയില്ല, ഞങ്ങൾ 2 പേരും ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം ഇല്ല. എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞിൽ കണ്ടിട്ടില്ല. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരു ഇട വരുത്തിയിട്ടില്ല അപ്പോൾ കുട്ടി. പോലീസ് അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിനായി കസ്റ്റഡി അപേക്ഷ ഇന്ന് രാവിലെ കോടതിയിൽ കൊടുത്തു. ന്യൂസ് 18 കൊച്ചി. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിലെ ജീവനക്കാർ അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ തെക്കൻ കേരളത്തിലെ പാൽ വിതരണം പ്രതിസന്ധിയിൽ. സർവീസിൽ നിന്ന് വിരമിച്ച MD P മുരളിക്ക് കാലാവധി നീട്ടി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് CITU, INTUC സംഘടനകൾ സംയുക്തമായി സമരം നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്ന് PSC വഴി റാങ്കിൽ വന്നതിന് ശേഷം അവർക്ക് ജോലിക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, മുട്ടിലിഴയുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ 3.5 ലക്ഷം രൂപയോളം ശമ്പളം കൈപ്പറ്റി ഇവിടെ നിന്നും കഴിഞ്ഞ മാസം റിട്ടയർഡായ മിൽമയുടെ എല്ലാ ആനുകൂല്യങ്ങളും, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പിരിഞ്ഞ ഒരാളിനെ വീണ്ടും പുനർനിയമനം നൽകിയതിലാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ INTUC CITUയുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു. സമരം അവസാനിപ്പിക്കാൻ 2:30 മിൽമ ചെയർമാൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സാരംഗ് ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, ഈ തെക്കൻ കേരളത്തിൽ മിൽമ പാൽ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് സമരം ചെയ്ത് ജീവനക്കാരുമായി അല്പസമയത്തിനകം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ജീവനക്കാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ? എന്താണ് അറിയാൻ സാധിച്ചത്? വിശദാംശങ്ങൾ. സർക്കാർ നിലവിൽ മിൽമയിൽ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിൽ ചർച്ച നടത്താൻ തയ്യാറാണ്. പക്ഷേ സമരസമിതി നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഇനിയും വന്നിട്ടില്ല. 2:30 മുൻകൂട്ടി നിശ്ചയിച്ച ചർച്ചയിൽ തൊഴിലാളി സംഘടനകളുടെ INTUCയും CITU എന്നീ 2 സംഘടനകളും സംയുക്തമായിട്ടാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരം നടത്തുന്നത്. തെക്കൻ കേരളത്തിൽ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിൽ സമരം പാൽ വിതരണത്തിന് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ചർച്ച നടത്തി ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. 2:30 ലേബർ കമ്മീഷൻ അതുപോലെ തന്നെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇത് വിളിച്ചിട്ടുണ്ട്. ചർച്ച വിളിച്ചിട്ടുണ്ടെങ്കിലും അതിൽ P മുരളി എന്ന മുൻ MDയെ മാറ്റി നിർത്തിയാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നുള്ളൊരു നീക്കം സമരസമിതിയുടെ നേതൃത്വത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ കൃത്യമായൊരു നിലപാട് സമരസമിതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ മാത്രമേ ഈ ചർച്ച നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ മലബാർ ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നുള്ള കൂടുതൽ യൂണിയനുകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനും പ്രതിഷേധങ്ങൾക്കും നീക്കം നടക്കുന്നുണ്ട്. ഭവ്യ. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.
മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുവെന്നത് അടക്കം സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ 3-അംഗ സംഘത്തെ അയക്കാൻ കേന്ദ്രം. ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലാണ് സമിതി. അതേസമയം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിന്റെ കാരണം ഭൂമിക്കടിയിലെ മണ്ണ് തെന്നി മാറിയതാകാമെന്ന നിഗമനത്തിലാണ് സ്ഥലം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഉള്ളത്. നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ മലപ്പുറത്തും കണ്ണൂരും ഇന്നും പ്രതിഷേധമിരമ്പി. ദേശീയപാത 66-ൽ പലയിടത്തും വിള്ളൽ രൂപപ്പെടുകയും കണ്ണൂരിലടക്കം മണ്ണിടിച്ചിൽ ശക്തമാവുകയും ചെയ്തതോടെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഇടപെടൽ. പരിശോധനയ്ക്കായി 3-അംഗ സംഘത്തെ അയക്കാനാണ് കേന്ദ്ര തീരുമാനം. ഡൽഹി IIT പ്രൊഫസർ KR റാവു സംഘത്തിന് നേതൃത്വം നൽകും. ഈ സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടിയെന്നും കുറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. ഭൂമിക്കടിയിലുള്ള മണ്ണ് തെന്നിമാറിയതുകൊണ്ടാകാം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതെന്ന വിലയിരുത്തലാണ് ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘത്തിനുള്ളത്. കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച സംഘം വിശദമായ റിപ്പോർട്ട് പിന്നീട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. മഴയാണോ നിർമ്മാണത്തിലെ അപാകതയാണോ ഇതിന് വഴിവെച്ചതെന്ന് വിശദമായ പഠനത്തിന് ശേഷമേ വ്യക്തമാകൂ. അതേസമയം ദേശീയപാതയുടെ തകർച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDF. കുരിയാട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. MLA KP മജീദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത ആരോപിച്ച് കണ്ണൂർ പരിയാരത്ത് കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഓഫീസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 മലപ്പുറം. അതേസമയം കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ വിള്ളലും കുന്നിടിച്ചിലും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. കാസർകോട് കല്യാൺ റോഡിന് പിന്നാലെ കൂളിയങ്കാലിലും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് നിരവധി തവണ കുന്നിടിഞ്ഞു. മഴ ശക്തി പ്രാപിക്കുന്നതോടെ ജീവൻ പണയം വെച്ചു വേണം ദേശീയപാത വഴിയുള്ള യാത്ര. KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ദേശീയപാതകൾ ഒരു ദിവസം മാത്രം പെയ്ത മഴയിലാണ് ഇത്രത്തോളം വലിയ അപകടാവസ്ഥയായത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇത് കൂളിയങ്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നലെ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു വരുന്നത് കാണാം. ഇത് ഇടിഞ്ഞതിന് ശേഷം ആരും അറിയാതെ രാത്രിക്ക് വന്ന് ഇവർ ഇത്തരത്തിൽ ഇത് മണ്ണ് ഇട്ട് എംസാൻഡും അതുപോലെ തന്നെ ജില്ലപ്പൊടിയും ഇട്ട് താൽക്കാലികമായി ഒരു ആ രീതിയിൽ ഈ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് വളരെ അപകടാവസ്ഥയാണ്. ഇതിലൂടെ കടന്നു പോകുന്നത് അത്രത്തോളം ജീവൻ പണയം വെച്ചാണ്. നമുക്ക് കാണാം ഇതിന്റെ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന്റെ ഒരു അവസ്ഥയും. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഇതുവഴിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഭാരമേറിയ വലിയ ലോറികളൊക്കെ കടന്നു പോകുന്ന ഒരു പാതയാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 3 ഇടങ്ങളിലാണ് ഒരു ഒറ്റ ദിവസം പെയ്ത മഴയിൽ വിള്ളലും അതുപോലെ തന്നെ ഇടിച്ചിലും കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഇന്നലെ ഇടിഞ്ഞ് താഴ്ന്ന ആ സ്ഥലം. അതിലൂടെ ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് ഒരു സാഹചര്യം കാണാം. എന്നാൽ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. വളരെയേറെ ഗതാഗത സൗകര്യമുണ്ടായ നമ്മുടെ ഈ ജില്ല ഇപ്പോൾ ഗതാഗതത്തിന് സൗകര്യമില്ലാത്ത രൂപത്തിൽ തന്നെ മാറിയിരിക്കുകയാണ്. അതിപ്പോൾ ചട്ടഞ്ചായാലും ശരി, കല്യാൺ റോഡായാലും ശരി, തെക്കിലായാലും ശരി, ബേവിഞ്ച ഭാഗത്തൊക്കെ ആയാലും ശരി, വാസ്തവത്തിൽ ഏത് സമയത്തും ജനങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇത്. ഇപ്പോൾ 6 വരിപ്പാതയുടെ നിർമ്മാണം വന്നതോടുകൂടി കൂറ്റൻ മതിൽ വന്നപ്പോൾ ഗതാഗത സൗകര്യമുണ്ടായ റോഡൊക്കെ തന്നെ ചെറിയ രൂപത്തിലായത് മാത്രമല്ല കുണ്ടും കുഴിയും നിറഞ്ഞ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കലക്ടർ അടിയന്തരമായിട്ട് ഈ പ്രദേശം സന്ദർശിച്ചേ മതിയാകൂ. അപ്പോൾ കാലവർഷം കൂടി വരുന്നതോടുകൂടി എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കോൺട്രാക്ടറാണോ അവരെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഹാരം കാണാൻ വേണ്ടി കലക്ടർ മുന്നോട്ട് വരണമെന്നുള്ളതാണ്. ഇങ്ങനെയാന്ന് റോഡ് വരുന്നതെന്ന് അറിയില്ല. അതുവരെ നമുക്ക് പൈസ എടുത്തിരുന്നു. ഇത്ര മുറ്റത്താന്ന് എടുക്കും. ഒരു സൈക്കിൾ വെക്കാൻ വരെ നമ്മുടെ വീടിന്റെ മുമ്പിൽ സ്ഥലമില്ല. കൗൺസിലർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾവ് കെട്ടിയിട്ടില്ല, അതൊരു ഡ്രെയിനേജ് ഇല്ല, വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാതെ ഇനിയിപ്പോൾ ഇതിലെ കൂടി വണ്ടി വിട്ടുകൊണ്ട് യാതൊരു ഇങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള റോഡ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഈ റോഡ് തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. സാഹചര്യത്തെ സുവർണാവസരമാക്കി പദ്ധതി മുടക്കാമെന്ന് UDF കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും റിയാസ്.
മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ കുടിയൊഴിപ്പിക്കലിന് പകരം മറ്റു മാർഗ്ഗങ്ങൾ തേടണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധിച്ചാൽ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് അടുത്തയാഴ്ച മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. കുടിയൊഴിപ്പിക്കലിന് പകരം മറ്റു മാർഗ്ഗങ്ങൾ തേടണം. വഖഫ് ബോർഡും ഫറൂഖ് കോളേജുമായി സർക്കാർ സമവായ ചർച്ച നടത്തണം. പൊതുതാൽപര്യം മുൻനിർത്തി വഖഫ് ഭൂമി ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥ സർക്കാർ ഉപയോഗപ്പെടുത്തണമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഭൂമി വഖഫാണെന്ന് കോടതി കണ്ടെത്തിയാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കമ്മീഷൻ. മുനമ്പം ജനങ്ങൾ അവിടുന്ന് പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രം ഗവൺമെന്റ് ഇടപെട്ടാൽ മതി. അങ്ങനെ വന്നാൽ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞേക്കുന്നത്, കമ്മീഷൻ പറയുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ പ്രശ്ന പരിഹാരം രമ്യമായിട്ട് പരിഗണിക്കാൻ ശ്രമിക്കണം എന്നാണ്. അതായത് വഖഫ് ബോർഡാണ് ഇതിനകത്തെ ക്ലെയിമിൻ്റെ. വഖഫ് ബോർഡാണ് ഈ വസ്തു ക്ലെയിം ചെയ്തേക്കുന്നത്. വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നവരാണ് കൂടുതലും പേര്. അപ്പോൾ ഗവൺമെന്റിനോട് സഹകരിക്കാൻ അവർ തീർച്ചയായിട്ടും തയ്യാറാവും. മുനമ്പത്ത് വസ്തു സർവേ നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും അത്തരം സ്ഥിതിവിവരക്കണക്കുകൾ കമ്മീഷൻ എടുത്തിട്ടില്ല. റവന്യൂ വകുപ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് കമ്മീഷൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 444.76 ഏക്കർ വസ്തുവാണ് വഖഫ് രജിസ്റ്ററിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 230 ഏക്കറിൽ കൂടുതൽ സ്ഥലം കടലെടുത്തു. 111 ഏക്കർ സ്ഥലത്തുള്ള ആളുകളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് മാത്രമാണ് കമ്മീഷൻ നോക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ രാമങ്കരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. വേഴപ്ര ചിറയിൽ അകത്തെ പറമ്പിൽ മതിമോൾ എന്ന വിദ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിനോദിനെ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 10:30-ഓടെയാണ് കൊലപാതകം. ഓട്ടോറിക്ഷ ഡ്രൈവർക്കൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കെന്നു പറഞ്ഞ് മതിമോൾ ഉച്ചയോടെ വീട്ടിൽ നിന്നിറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് വിനോദ് ഫോണിൽ വിളിച്ചു. സംഭാഷണം അവസാനിപ്പിച്ചെങ്കിലും ഫോൺ കട്ടായിരുന്നില്ലെന്നാണ് വിനോദ് പോലീസിന് നൽകിയ മൊഴി. തുടർന്ന് ഡ്രൈവറും ഭാര്യയും തമ്മിലുള്ള സംഭാഷണം കേൾക്കാൻ ഇടയായെന്നും ഇതിലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും രാമങ്കരി പോലീസ് പറയുന്നു. 10:30-ഓടെ മടങ്ങിയെത്തിയ മതിമോളെ വിനോദ് വീട്ടിനുള്ളിൽ കയറിയതോടെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നെഞ്ചിലും വയറിലും കുത്തേറ്റ മതിമോൾ മുറ്റത്തേക്ക് ഇറങ്ങി ഓടിയെങ്കിലും പിന്നീട് മരിച്ചു. വിനോദ് കത്തിയുമായി പുറത്തു നിന്നതിനാൽ നാട്ടുകാർക്കാർക്കും അടുക്കാനായില്ല. പോലീസ് എത്തിയാണ് മൃതദേഹം നീക്കിയത്. ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. രണ്ട് വ്യക്തികളെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒന്ന്, ഈ മരിച്ച പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ 2-ാം വാർഡിലെ രാമങ്കരി പഞ്ചായത്തിലെ 2-ാം വാർഡിലെ കുടുംബാംഗമാണ്. ഈ മരിച്ച പെൺകുട്ടി എനിക്കവരെ വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാം. അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും എനിക്കറിയാം. അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവമുള്ളതായിട്ട് നമുക്കറിയില്ല. മറ്റൊന്ന്, ഭർത്താവ് എന്ന് പറയുന്ന വിനോദ് എന്ന് പറയുന്ന ഭർത്താവ്, അവനും അദ്ദേഹവും ഈ മദ്യപിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടാക്കുന്ന ഒരു രീതിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ പെട്ടെന്നുണ്ടായ, ഇവിടെ അന്വേഷിച്ച രീതിയിൽ പെട്ടെന്നുണ്ടായ ഒരു യാത്രയും കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലും കൂടുതൽ വാക്കുകളൊക്കെ ഉണ്ടായി ഒരു അക്രമം നടത്തുകയാണെന്നുള്ളതാണ് എനിക്കിവിടെ അറിവ് കിട്ടിയത്. രാമങ്കരിയിൽ ഇരുവരും ചേർന്ന് ചായക്കട നടത്തി വരികയായിരുന്നു. ഭാര്യയോടുള്ള പകയാണ് കൊലപാതക കാരണമെന്നാണ് വിനോദിന്റെ മൊഴി. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം മംഗലാപുരത്ത് കുത്തേറ്റയാൾ മരിച്ചു. തോന്നയ്ക്കൽ പാട്ടത്തിൻകര സ്വദേശി താഹയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. അയൽവാസിയായ റാഷിദാണ് ആക്രമിച്ചത്. ഇയാൾ പിടിയിലായി. താഹയുടെ ഭാര്യയ്ക്കും പരിക്കുണ്ട്. താഹയുടെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പ്രതികാരമായിട്ടാണ് കുത്തിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പ്രതിയായ റാഷിദ് മുൻപും താഹയെ മർദ്ദിച്ചിരുന്നു. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാൻ സുരേഷിനെ ഇതുവരെ പിടികൂടാത്തതെന്തെന്ന് ഹൈക്കോടതി. പ്രതിക്ക് ആരുടെയെങ്കിലും സംരക്ഷണമുണ്ടോ എന്നും കോടതി പോലീസിനോട് ചോദിച്ചു. പ്രതി ഒളിവിലാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സുഗാൻ സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി കാര്യം ചോദിച്ചത്. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. അതുവരെ അറസ്റ്റ് പാടില്ലെന്നും നിർദ്ദേശം. കോഴിക്കോട് കൊടുവള്ളിയിൽ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി. കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെയാണ് കണ്ടെത്തിയത്. കാണാതായി 5-ാം ദിവസമാണ് യുവാവിനെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. മൈസൂരിൽ നിന്നും അന്നൂസ് റോഷനെ ഒറ്റയ്ക്ക് ടാക്സിയിൽ കയറ്റിവിട്ട് കൊണ്ടോട്ടിയിൽ ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് വിവരം. യുവാവിനെ എത്തിച്ച കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവർ കസ്റ്റഡിയിലാണ്. കേസിലെ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. മലപ്പുറം കാളികാവിലെ ആളെക്കൊല്ലിക്കടുവയെ പിടികൂടാൻ കൂടുതലിടങ്ങളിൽ കൂട് സ്ഥാപിച്ചു. കരുവാരക്കുണ്ട് മേഖലയിലാണ് കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചത്. സുൽത്താൻ എസ്റ്റേറ്റിൽ ഇന്നലെ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. കടുവ
മദാരിക്കുണ്ട് മേഖലയിൽ കുന്നിൻ മുകളിലേക്ക് നീങ്ങിയതായി ദൌത്യസംഘം വിലയിരുത്തുന്നു. ഈ പ്രദേശത്താണ് ഇപ്പോൾ വ്യാപക തിരച്ചിൽ തുടരുന്നത്. കാട് മൂടിയ ചെങ്കുത്തായ ഭൂഘടന തിരച്ചിലിന് പ്രതിസന്ധി തീർക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ ജില്ലയിലെ മലക്കപ്പാറയിൽ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. 75 വയസ്സുള്ള മേരിയാണ് കൊല്ലപ്പെട്ടത്. തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന മേരിയുടെ വീട് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മേരിയും മകളും വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ആക്രമണം. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ കണ്ടു. പുലി റോഡ് മുറിച്ച് കടക്കുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നാരോപിച്ച് നാട്ടുകാർ വനംവകുപ്പ് ഓഫീസിൽ പ്രതിഷേധിച്ചു. സ്ഥലം സന്ദർശിക്കാത്ത റേഞ്ച് ഓഫീസർ നീതി എന്തേ ഗൗരവമില്ലാതെ എന്താ ഗൗരവമില്ലാതെ എങ്ങനെ നാട്ടിൽ ജീവിക്കോ? സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്. നാളെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്നും ഇത് അടുത്ത 36 മണിക്കൂറിൽ ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമാവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. അതിനാൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. 24-ന് സംസ്ഥാനത്ത് മൺസൂൺ എത്തും. അതേസമയം ഡൽഹിയിലും ബംഗളൂരുവിലും ശക്തമായ മഴയിൽ വൻ നാശനഷ്ടം. മഴക്കെടുതിയിൽ ബംഗളൂരുവിൽ ഇതുവരെ 5 പേരും ഡൽഹിയിൽ 4 പേരും മരിച്ചു. ഇസ്രായേൽ എംബസിയിലെ 2 ജീവനക്കാർ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചു. പോലീസ് പിടികൂടിയ അക്രമി പലസ്തീൻ അനുകൂലിയാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ ഓഫീസുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇതിനിടെ ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി. അമേരിക്കയിലെ തന്ത്രപ്രധാനമായ ഇടത്തുവച്ചാണ് ഇസ്രായേൽ എംബസി ജീവനക്കാർക്ക് വെടിയേറ്റത്. വാഷിംഗ്ടൺ DC-യിലെ ജൂയിഷ് മ്യൂസിയത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് അക്രമി വെടിവെച്ചതെന്ന് പോലീസ് പറഞ്ഞു. റോഡ്രിഗ്സ് എന്നയാളെ പോലീസ് പിടികൂടി. അമേരിക്കൻ പൗരനായ ഇയാളുടെ ബന്ധങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. After the shooting, the suspect then entered the museum and was detained by event security. Once in handcuffs, the suspect identified where he discarded the weapon, and that weapon has been recovered, and he implied that he committed the offense. The suspect chanted, "Free, free Palestine," while in custody. സംഭവത്തെ പ്രധാന ലോക നേതാക്കളെല്ലാം അപലപിച്ചു. രാജ്യത്ത് നടന്ന സംഭവം ദുഃഖകരമാണെന്നും ശക്തമായ ഇടപെടലുണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ ഇസ്രയേൽ വിവിധ രാജ്യങ്ങളിലെ ഓഫീസുകൾക്ക് സുരക്ഷ ശക്തിപ്പെടുത്തി. ഇതിനിടെ ഗസയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. 100 കണക്കിന് കുട്ടികളാണ് ഭക്ഷണവും വെള്ളവുമില്ലാതെ നരയിക്കുന്നത്. UN ഇടപെടലുണ്ടായിട്ടും ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല. ഗാസയിൽ സന്ദർശനം നടത്തുകയായിരുന്ന വിദേശരാജ്യ പ്രതിനിധികളടങ്ങിയ സംഘത്തിന് നേരെ വെടിയുതിർത്തുവെന്ന ആക്ഷേപം ഇസ്രയേൽ തള്ളി. നേരത്തെ നിർദ്ദേശ വഴിയിൽ നിന്ന് മാറിപ്പോയതിനാൽ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഓപ്പറേഷൻ സിന്ദൂറിനെ വിശദീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുഴുവൻ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകി. അതിനായി സൈന്യത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം നൽകി. മതം ചോദിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത്. എന്നാൽ 22 മിനിറ്റിൽ 9 ഭീകരരെ സൈന്യം കൊന്നെന്നും ഇന്ത്യൻ സൈന്യത്തിന് അഭിമാനം കൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി. രാജ്യം ഒറ്റക്കെട്ടായി നിന്നെന്നും മോദി പറഞ്ഞു. ഇന്ത്യക്കെതിരായുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല എന്നും പ്രധാനമന്ത്രി. പാകിസ്ഥാൻ भारत से कभी सीधी लड़ाई जीत ही नहीं सकता. जब भी सीधी लड़ाई होती है तो बार बार पाकिस्तान को मुंह की खानी पड़ती है. സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സജിത്ത്, ഇന്ത്യയോട് കളിക്കാൻ വരേണ്ട ശക്തമായ താക്കീത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലേ പാകിസ്ഥാൻ?
പഹൽഗാം ആക്രമണം നടന്ന് ഒരു മാസം തികയുന്ന അന്നാണ് രാജസ്ഥാനിലെ ബോർഡർ മേഖലയിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇത്ര ശക്തമായ വാക്കുകൾ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇത്ര രൂക്ഷമായ നീക്കം വാക്കുകളിലൂടെ പ്രധാനമന്ത്രി നടത്തുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവരെ മണ്ണിൽ ലയിപ്പിക്കാൻ കഴിഞ്ഞു, പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുത്തു. നേരിട്ട് ഒരിക്കലും ഇന്ത്യയുമായി ഏറ്റുമുട്ടി വിജയിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇത് മുൻനിർത്തി അവർ തീവ്രവാദം ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ഇത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ ഇനിയും തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനുമായി ഇനി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇന്ത്യയില്ല, ഒരു തരത്തിലുള്ള സഹകരണത്തിനുമില്ല. വ്യാപാരമടക്കമുള്ള എല്ലാ മേഖലകളുടെയും സഹകരണം പാകിസ്ഥാനുമായി അവസാനിച്ചു കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. ഇനി ചർച്ച കാശ്മീരിനെ കുറിച്ച് മാത്രമായിരിക്കും. ഇന്ത്യയുടെ ജലം, സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് നൽകില്ല എന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രി നടത്തുന്നു. ഒപ്പം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇവിടെ ഒരു ശക്തമായ രാഷ്ട്രീയ നേതൃത്വമുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന വാദം. ഇന്ത്യയുടെ എയർബേസുകളെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തി. പക്ഷേ അതെല്ലാം തച്ചു തകർക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞു. സേനയെ അഭിനന്ദിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. മുമ്പും പലപ്പോഴും ഏറ്റുമുട്ടിയപ്പോഴെല്ലാം സമാനമായ അനുഭവമാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത്. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ശക്തമായ തിരിച്ചടി ഇനിയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച് ജപ്പാനും UAEയും. സഞ്ജയ് ജായുടെയും ശ്രീകാന്ത് ഷിൻഡെയുടെയും നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ജപ്പാനിലും UAEയിലും സന്ദർശനം തുടരുകയാണ്. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ചു. A lot of people and a lot of vested interests which are trying to create different stories. So the truth has to be told, and that is why delegations with leaders from different parties are being sent to many countries across the world to explain what has happened. See, these are all minor things like who is to be sent or who the party wants to be sent. But I think the most important thing is that all of us stand together. രാകേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാകേഷ്, വളരെ പ്രധാനമായി പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ സർവകക്ഷികളെ അയക്കുക എന്നുള്ള നിർണായകമായ ഒരു നീക്കം നടത്തിയത്. അത് വിജയിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇപ്പോൾ ഇതാ ജപ്പാനും UAEയും പോരാട്ടത്തിൽ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലേ? അതെ, അങ്ങനെ വിലയിരുത്താം. കാരണം ഇന്ത്യ ഈ ദൗത്യം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് ലക്ഷ്യം കാണുന്നു എന്ന് തന്നെ പറയാം. കാരണം രണ്ട് സംഘങ്ങളാണ് ഇതിനോടകം തന്നെ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ്. ആ സംഘം ജപ്പാനിലാണുള്ളത്. മറ്റൊന്ന് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘമാണ്. അവർ UAEയിലാണുള്ളത്. ഏതായാലും ജപ്പാൻ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം. ആ കൂടിക്കാഴ്ചയിൽ ജപ്പാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കും, ഇന്ത്യക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന പ്രതികരണമാണ് ജപ്പാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സമാനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ UAEയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ശ്രീകാന്ത് ഷിൻഡെ നേതൃത്വം നൽകുന്ന സംഘമാണ് ഇപ്പോൾ UAE സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ അവിടെ മലയാളി അംബാസഡർ കൂടിയാണ് അവിടെ ഉള്ളത്. ജപ്പാനിലാണ് മലയാളി അംബാസഡർ ഉള്ളത്. UAEയിലെ ഏതായാലും സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ UAE മന്ത്രിയുമായി കൂടിക്കാഴ്ച ഇതിനോടൊപ്പം നടത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ സംഭവത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതയല്ല, അല്ലെങ്കിൽ മതം അല്ല ഘടകം. അത് ആ വിഷയത്തിൽ ഏതായാലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രതികരണമാണ് UAEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ, സന്ദർശനം നടത്തിയ രണ്ട് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ സംഘം കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘമാണ്. അവർ റഷ്യയിലേക്കാണ് ആദ്യം പോകുന്നത്. 11 കൂടി ഈ സംഘം യാത്ര തിരിച്ചിട്ടുണ്ട്. ഭവ്യ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് വീണ്ടും രംഗത്ത്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്താൻ ഇതുവരെയായില്ല എന്നത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറയുന്നു. തന്റെ ഇടപെടലിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയില്ല. പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. ഡൽഹിയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ. വിദേശിയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തു. നേപ്പാൾ സ്വദേശി അൻസാറുൽ മിയ അൻസാരിയാണ് പിടിയിലായ വിദേശി. ഡൽഹിയിലെത്തിയ ഇയാൾ സൈനിക ക്യാമ്പുകളടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. റാഞ്ചി സ്വദേശിയായ
അബ്ബാസ് അസമാണ് അൻസാറുൽ മിയ അൻസാരിക്ക് സഹായം നൽകിയത്. പാക് ഹൈക്കമ്മീഷനിലെ 2 മുൻ ഉദ്യോഗസ്ഥർക്കും ഇവരുമായി ബന്ധമുണ്ട്. RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി കേരള രാജ്ഭവനിൽ നടത്തിയ പ്രസംഗത്തെ ചൊല്ലി വിവാദം. കോൺഗ്രസ് സർക്കാരുകളെയും മുൻ പ്രധാനമന്ത്രിമാരെയും വിമർശിക്കാൻ ഗുരുമൂർത്തി രാജ്ഭവൻ വേദിയാക്കിയെന്നാണ് ആരോപണം. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കുള്ള സ്ഥലമല്ല രാജ്ഭവനെന്നും ഇക്കാര്യത്തിലെ പ്രതിഷേധം സർക്കാർ ഗവർണറെ അറിയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള പരിപാടിയിലായിരുന്നു രാജ്ഭവൻ RSS നേതാവിന് വേദി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള പ്രഭാഷണ പരമ്പരയ്ക്കായാണ് ഗുരുമൂർത്തി ഇന്നലെ കേരള രാജ്ഭവനിലെത്തിയത്. മെഴുകുതിരി വെളിച്ചത്തിൽ നിന്ന് ബ്രഹ്മോസിലേക്കുള്ള മാതൃകാപരമായ മാറ്റം എന്നതായിരുന്നു വിഷയം. പഹൽഗാം ആക്രമണത്തിന് കേന്ദ്രം മറുപടി പറഞ്ഞതിനെ അഭിനന്ദിച്ച ഗുരുമൂർത്തി മുൻ സർക്കാരുകളെ വിമർശിച്ചു. ഇതിനെയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. സർക്കാർ അവിടെ ചെയ്ത കാര്യങ്ങൾ, സൈന്യം അവിടെ ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ രാജ്ഭവനിൽ ഔദ്യോഗികമായി ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ഗവൺമെന്റിനെതിരായിട്ട്, ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരമാണ്, അത് അനൌചിത്യമാണ്. രാജ്ഭവന് പിന്തുണയുമായി പതിവ് പോലെ സംസ്ഥാന BJP നേതൃത്വമെത്തി. എസ് ഗുരുമൂർത്തി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം RSS നേതാവാണ് എന്നുള്ളത് വി.ഡി. സതീശന്റെ ഒരു ആരോപണമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ രാജ്യത്ത് ബൊഫോഴ്സ് ഇടപാട് പുറത്തു കൊണ്ടുവരുന്നതിലും മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കാര്യത്തിലുള്ള പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിലുമൊക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ എസ് ഗുരുമൂർത്തി. വിവാദത്തിൽ രാജ്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശം. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് പടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ 182 പേർക്കാണ് ഈ മാസം കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ആരോഗ്യവകുപ്പിന്റെ കോവിഡ് ജാഗ്രതാ നിർദ്ദേശം. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി. ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ കൂടുന്നതിനാൽ സംസ്ഥാനത്തും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുമെന്നാണ് വിലയിരുത്തൽ. ഒമിക്രോൺ JN1 വകഭേദങ്ങളായ LF7, LB 1.8 എന്നിവയാണ് വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണെന്നതാണ് ആശ്വാസകരം. സംസ്ഥാനത്ത് കോട്ടയം ജില്ലയിലാണ് കൂടുതൽ കേസുകൾ. 57 പേർക്ക് കോട്ടയത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 34 പേർക്കും തിരുവനന്തപുരത്ത് 30 പേർക്കും ഈ മാസം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണമുള്ളവർ കോവിഡ് പരിശോധന നടത്താനാണ് നിർദ്ദേശം. ഇതിനുള്ള RT-PCR കിറ്റുകളും സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പാക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. രോഗലക്ഷണങ്ങളുള്ളവരും പ്രായമായവരും ഗുരുതര രോഗം ബാധിച്ചവരും ഗർഭിണികളും മാസ്ക് ധരിക്കണം. ന്യൂസ് 18 തിരുവനന്തപുരം. അമൃത് ഭാരത് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാൻ ബിക്കാനീറിലെ ദേശ്മുഖ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള 2 സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്തത്. വടകര, ചിറയൻകീഴ് സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്തത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തിയാക്കിയ തമിഴ്നാട് കുഴിത്തുറ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ പറങ്കിമലൈ, ശ്രീരംഗം, ചിദംബരം, മണ്ണാർക്കുടി, തിരുവണ്ണാമലയിൽ തുടങ്ങി 9 റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിച്ചത്. മേൽപ്പാലങ്ങൾ, ലിഫ്റ്റുകൾ, ഫുഡ് കോർട്ടുകൾ, ആധുനിക സജ്ജീകരണങ്ങൾ അടങ്ങിയ മുറികൾ, വിശ്രമമുറി, എസ്കലേറ്ററുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. 6 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കുഴിത്തുറ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത്. കേരളം സ്വന്തം വീടാണെന്നും തന്റെ ഹീറോ ആക്കിയത് കേരളമാണെന്നും ഉലകനായകൻ കമൽഹാസൻ. മലയാളത്തിൽ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ചിത്രം തഗ് ലൈഫിന്റെ പ്രൊമോഷനായി കൊച്ചിയിലെത്തിയതായിരുന്നു കമൽഹാസൻ. കേരളത്തിലേക്ക് വരുന്നത് തന്നെ സംബന്ധിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പോലെയാണെന്ന് കമൽഹാസൻ. ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ്. സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എന്റെ ധാരണ. എപ്പോഴും എപ്പോ വന്നാലും. തഗ് ലൈഫ് മൂവിയിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന ആരാധകന്റെ ചോദ്യത്തിന് ഉലകനായകൻ നൽകിയ മറുപടി ചിരിപടർത്തി. 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ
താങ്കൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം പ്രതീക്ഷിക്കാത്തതെല്ലാം. അതെ. നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ, ചലച്ചിത്ര താരങ്ങളായ ജോജു ജോർജ്, അഭിരാമി, അശോക് സെൽവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മണിരത്നം തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് തഗ് ലൈഫ്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, മദ്രാസ് ടാക്കീസ്, റെഡ് ജെയിൻ മൂവീസ് എന്നീ നിർമ്മാണ കമ്പനികൾ സംയുക്തമായാണ് ചലച്ചിത്രത്തിന്റെ നിർമ്മാണം. ജൂൺ 5-ന് സിനിമ തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കൊച്ചി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ആര്യാർ ദേവൻ ചേരും. നമസ്കാരം.